ഹലോ ഹലോ, മനോഹര സർ. സ്റ്റീഫൻ. യെസ് സർ. സുഷമ്മ സർ. സൂസന്ന സർ. അപ്പൊ നിങ്ങൾക്കൊക്കെ ചെവി കേൾക്കാമല്ലേ? ഈ ഫോൺ ഇവിടെ കിടന്ന് അടിക്കാൻ തുടങ്ങിയിട്ട് എത്ര നേരമായി? അതൊന്ന് എടുക്കണമെങ്കിൽ ഇനി വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ് വേണമായിരിക്കും അല്ലേ? ഇന്നലെ ഫോൺ എടുത്തതിന് സാറ് ചീത്ത കുറെ പറഞ്ഞതാ. ഫോൺ എടുത്തതിനല്ല മനോഹര ചീത്ത പറഞ്ഞത്. നെല്ലുണങ്ങാൻ തുടങ്ങുന്നു, അടുത്തെങ്ങാനും വെള്ളം തുറന്നുവിടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ച ഒരു പാവം കർഷകനോട് ഡാം തന്റെ അമ്മായിയപ്പന്റെ വകയല്ല എന്ന് പറഞ്ഞു വരട്ടിയില്ലേ? അതിന് അല്ല, ഞാനൊരു സത്യല്ലേ പറഞ്ഞുള്ളൂ. സത്യം ഇങ്ങനെ പറയാനല്ല സർക്കാർ നമുക്ക് ശമ്പളം തരുന്നത്, ജനങ്ങളെ സേവിക്കാന്. അവരുടെ തലേ കയറിന്ന് ഭരതനാട്യം പാടില്ല. മറ്റുള്ളവരോട് സ്നേഹമായിട്ട് പെരുമാറിയ എന്തോന്ന് നഷ്ടം വരാന്? ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഇല്ല സർ, അത് ചില നേരത്തെ ഇവിടുത്തെ ഫോണിനൊരു ചെറിയ കംപ്ലൈന്റ് ഉണ്ട്. ഓക്കെ സർ, ചാലിശ്ശേരി ഭാഗത്തേക്കുള്ളത് മാത്രം തുറന്നുവിട്ടാ മതിയോ? ഓക്കെ സർ, താങ്ക് യു സർ. കണ്ടോ, കളക്ടറായിരുന്നു. അനന്ത, വണ്ടി എടുക്കും സാർ. ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് സാർ? ഇങ്ങനെയല്ലേ എന്നും പോകാറുള്ളത്. ഈ പോക്കിന്റെ കാര്യമല്ല, നമ്മൾ ഓഫീസിലെ ആത്മാർത്ഥതയുള്ള ഒരെണ്ണം പോലും ദൈവം സഹായിച്ചിട്ട് അവിടെ ഇല്ല. എല്ലാത്തിനും ശമ്പളം വെറുതെ കിട്ടണം. അല്ല, അവരങ്ങനെ ശീലിച്ചു പോയി. എന്നാലും ഇപ്പൊ എത്ര ഭേദം, സാർ ഇവിടെ ചാർജ് എടുക്കുന്നതിന് മുമ്പൊന്ന് കാണണം. ശമ്പളം വാങ്ങാനല്ലാതെ ഒരെണ്ണം പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. പിയൂണെന്ന് ഓഫീസ് തുറന്നിടും, ഞാനും ഉണ്ടാവും. 1-ാം തീയതി അടുപ്പിച്ച് 2-3 ദിവസം എഞ്ചിനീയർ വരും. പിന്നെ പണിയും കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. കലക്ടർ ഓഫീസിൽ നിന്ന് ഷട്ടർ തുറക്കാൻ പറഞ്ഞാൽ തുറക്കണം, അടക്കാൻ പറഞ്ഞാൽ അടക്കണം. താൻ ആദ്യം വായടക്കി, എന്നിട്ട് നേരെ നോക്കി വണ്ടി ഓടിക്കും. ഇത് കണ്ടോ, ചേച്ചിയുടെ കളറിന് ചേരും. ചേച്ചിയെ പോലെ സൗന്ദര്യമുള്ളവർക്ക് ഒരുവിധം എല്ലാ തരവും യോജിക്കും. ചിലരുണ്ട് എത്ര വിലപിടിപ്പുള്ള വേഷം ഇട്ടാലും ഈ വെള്ളരിക്കാത്തോട്ടത്തിന് നോക്കുകുത്തി വെച്ച പോലെ ഇങ്ങനെ. എനിക്ക് ഈ അണിഞ്ഞൊരുങ്ങാനൊക്കെ പണ്ടേ മടിയാ. അതിന്റെ ആവശ്യമില്ലല്ലോ. ചേച്ചിയൊക്കെ ഈ സാരി ഉടുത്ത് നെറ്റിയിലൊരു ചന്ദനക്കുറിയും തൊട്ട് നിന്നാലുണ്ടല്ലോ, പിന്നെ നിലവിളക്ക് വേണ്ട. അല്ലേടാ ചെലവാ? ഇതിനെന്ത് തരണം? ചേച്ചി അതങ്ങോട്ട് മാറ്റി വെച്ച് ചോദിക്കാൻ വിട്ടുപോയി. ഭർത്താവിന് എന്താ ജോലി? ഇവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർ. ആ ഭാഗം തുറന്നു കാണിക്കടാ. ദേ, സാറിന് പറ്റിയ 1-ാം തരം ടീഷർട്ടുകളുണ്ട്. അയ്യോ, അതൊന്നും വേണ്ട. എന്നാ കുട്ടിക്കുള്ളത് എടുക്കട്ടെ. ആൺകുട്ടിയോ പെൺകുട്ടിയോ? ഞങ്ങൾക്ക് കുട്ടികളില്ല. അയ്യോ, അതെന്ത് പറ്റി? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര കൊല്ലമായി? അത് കുറച്ചായി. എന്നിട്ട് ഡോക്ടർമാരാരെയും കാണിച്ചില്ലേ? ഇതിനെന്താ തരേണ്ടെന്ന് പറ. നീ അങ്ങോട്ട് മാറി എന്നാടാ. ഞങ്ങളുടെ നാട്ടിലൊരു സ്വാമിയുണ്ട്, പേര് കേട്ട സിദ്ധനാ. 3 വെള്ളിയാഴ്ച മുടങ്ങാതെ അവിടെ ചെന്ന് ഭജന ഇരുന്നാ മതി, ഉറപ്പാ കുട്ടികൾ ഉണ്ടാവും. ഫോൺ നമ്പർ തരട്ടെ? നമ്പറും വേണ്ട, നിങ്ങളുടെ സാരിയും വേണ്ട. വേഗം സ്ഥലം വിട്. ആ ടിവിന്റെ വോളിയം ഒന്ന് കുറച്ച് വെക്കൂ. ആ, ഇനി പറയൂ, മോൻ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ് ആണോ? ഇന്ന് ഉച്ചയ്ക്ക് എന്താ കറി വെച്ചത്? കറി കറി ഡിഷ്. ഓ, പുലിയും കറി എനിക്ക് വലിയ ഇഷ്ടവാ. ഇല്ല, എനിക്കറിയില്ലല്ലോ. അയ്യോടി, എന്താ നിന്റെ മലയാളം ഇങ്ങനെയായി പോയത്? എന്റെ മലയാളത്തിനൊന്നും പറ്റിയിട്ടില്ല ചേച്ചി. ടിവിയിലേക്ക് അവതാരകയാവാൻ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ടല്ലോ. വല്ല ഇന്റർവ്യൂവിനും വിളിച്ച് അവരുടെ രീതി പറയണല്ലോ എന്നോർത്ത് പ്രാക്ടീസ് ചെയ്തതാ. ക്ലാസ് ഇല്ലേ നിനക്ക്? ഉച്ചയ്ക്ക് ശേഷം പോയാ മതി. ഭയങ്കര ബോറാ ചേച്ചി ഹോം സയൻസ്. എനിക്ക് മടുത്തു. ചേട്ടൻ കേക്കണ്ട. ആരുടെയൊക്കെ കൈയും കാലം പിടിച്ചിട്ടാ മാർക്ക് കുറഞ്ഞിട്ട് നിനക്ക് അവിടെ സീറ്റ് സംഘടിപ്പിച്ചെന്നറിയോ? ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ഇനി പഠിക്കണ്ട, വല്ല ചാനലും കയറി പറ്റിയാ മതിയെന്ന്. ഡാൻസ് അറിയാം, പാട്ട് പഠിച്ചിട്ടുണ്ട്, ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ പേടിയുമില്ല. പക്ഷെ നിന്റെ ചേട്ടന് നിന്നെ പേടിയാ. ഇവിടെ വേണം. ഇവിടെ ഇവിടെ ഇങ്ങോട്ട്. പെമ്പിള്ളേരെ കോളേജിൽ പോകാനും സമ്മതിക്കത്തില്ല. വിട്ടാളാ സാർ. എന്നാ വിട്ടോ.
ഇത് കണ്ടോ, ഇന്നലെ റിലീസ് ചെയ്ത മോഹൻലാൽ പടത്തിന്റെ സീഡിയാ. ഹായ്, നോക്കട്ടെ. ഇത് എവിടുന്ന് കിട്ടിയടി? അപ്പം നിന്നാ പോരെ. അപ്പം നിന്നാ പോരാ, ഇങ്ങോട്ട് തന്നെ. എടി, വ്യാജ സിഡി എന്ന് പറയുന്നത് കളവ് മുതല. ഏതോ കള്ളന്മാർ അത് അടിച്ചിറക്കുന്നു. നിന്നെ പോലുള്ള ഒരു നാണമില്ലാതെ അത് വാങ്ങിക്കൊണ്ടുവന്ന് കാണുന്നു. കട്ടോണ്ട് വന്ന മുതല അന്തസ്സുള്ള ആരെങ്കിലും വീട്ടിൽ കൊണ്ട് കയറ്റുമോ? അയ്യോ, അത് തിരിച്ചു കൊടുക്കേണ്ടതാ. ഇതങ്ങനെ തിരിച്ചു കൊടുക്കണ്ട. എന്നാലും ഒന്ന് കണ്ടിട്ട് കളയാമായിരുന്നു. വിമലെ, കുട്ടികൾ വിവരമില്ല എന്തെങ്കിലും ചെയ്യും. നമ്മൾ വേണം അവരെ തിരുത്താൻ. നിനക്ക് ഏത് സിനിമ കാണണം പറ. അന്തസ്സായി തിയേറ്ററിൽ കൊണ്ടുപോയി ഞാൻ കാണിച്ചത്. ഷാജിയേട്ടൻ പറഞ്ഞ പോലെ തിയേറ്ററിൽ വന്നിരുന്ന് കണ്ടാലേ ഒരു സിനിമ കാണുന്ന ഫീല് കിട്ടും. ഇപ്പൊ മനസ്സിലായല്ലോ. ശരിയാ. ഹേയ്, അത് പറ്റത്തില്ല, അത് പറ്റത്തില്ല. ഇങ്ങോട്ട് വരണേ. അയ്യോ, ഏട്ടാ, വന്നേ, വന്നേ, please, വന്നേ. ഒരു minute, ഇരിക്കാൻ please, പറ്റത്തില്ല. please, please. നീ ഇങ്ങോട്ട് വാ. ആഹാ, അങ്ങോട്ട് നടക്കാം. ചേച്ചി കിച്ചണിലേക്ക് ഒന്ന് വന്ന് നോക്ക്. മുളക് പൊടിയാണോ മല്ലിപ്പൊടിയാണോ എന്നുള്ള കൺഫ്യൂഷനുള്ള മൂപ്പര്. അയ്യോ, എന്താ ഇത്? അങ്ങോട്ട് മാറ്. മതി മതി, ഞായറാഴ്ച പാചകം. വാക്ക് മാറരുത്. ഞാൻ വിളിക്കുമ്പോഴേ അടുക്കളയിലേക്ക് വരുമെന്നാ പറഞ്ഞിരിക്കുന്നത്. ചേടാ, എന്ന് വെച്ച് വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റണ്ടേ? രുചിയൊക്കെ ഉണ്ടാവും. പഠിക്കുമ്പോ ഞാൻ ഒറ്റയ്ക്കായി ഇതൊക്കെ ചെയ്തിരുന്നത്. ഔട്ട്, 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 ഔട്ട്. ഞാൻ വിളിക്കാം, ഞാൻ വിളിക്കാം. വന്നേ. അയ്യോ ഏട്ടാ, ഇത് എന്തേ മുളകെല്ലാം കൂടെ? മുളകാ? അപ്പൊ ഞാൻ ചില്ലി ചിക്കനാണ് ഉദ്ദേശിച്ചത്. അതെ, അതെ. പോയട്ടെ. അയ്യോ ഷാജിട്ടാ, ഇവിടെ ഇരി. ഏട്ടാ. നീ അവിടെ ഇരി. ദാ ഇവിടെ ഇരുന്ന് TV കണ്ടോണം. ദാ പിടി. അച്ഛന്റെ തന്നെയാണല്ലേ? പിന്നല്ലാതെ. പോസ്റ്റ് ഓഫീസിലുള്ളവർക്കൊക്കെ അതിശയവാ. മുടങ്ങാതെ കത്ത് വരുന്ന ഒരേ ഒരു മേൽവിലാസക്കാരി മേഡമാണല്ലോ. അതിനെനിക്കൊരു സമ്മാനം തരാൻ പറ നിങ്ങളുടെ അധികാരികളോട്. ചേച്ചിയുടെ അച്ഛനെ സമ്മതിക്കണം. ഫോണും മൊബൈലും ഇന്റർനെറ്റൊക്കെ വിരൽ തുമ്പിലുള്ള കാല. എന്നാലും കത്തെഴുതിയാലേ അങ്കിളിന് തൃപ്തിയാവും. പഴയ പോസ്റ്റ് മാസ്റ്റർ അല്ലേ, അച്ഛൻ അതൊരു വാശിയാ. ഞാനും അങ്ങോട്ട് ഫോൺ ചെയ്യുന്നത് ഇഷ്ടമല്ലല്ലോ. തർക്കിക്കാൻ ചെന്ന ന്യായം പറഞ്ഞ് നമ്മുടെ വായടപ്പിക്കും. ഈ ഫോൺ എന്ന് പറയുന്ന വല്ലപ്പോഴും അത്യാവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാ. അസുഖം വന്ന ഒന്ന് ഡോക്ടറെ വിളിക്കാനോ അല്ലെ കള്ളം കയറിയ പോലീസിനെ വിളിക്കാനോ അല്ലാതെ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? അവിടെ മഴയുണ്ടോ? ഇവിടെ വെയിലുണ്ടോ? ഇതിനൊന്നും ഫോൺ ഉപയോഗിച്ചുകൂടാ. ഞാനൊരു പോസ്റ്റൽ ജീവനക്കാരനായിരുന്നു എന്നുള്ളതുകൊണ്ട് പറയുന്നതല്ല. എഴുത്ത് എന്നുള്ള ഒരു സംസ്കാരമാ. അതിലൂടെയുള്ള ഇന്റിമസി മറ്റൊന്നിലൂടെയും കിട്ടില്ല. വലിയ മുഖവരിയൊന്നും വേണ്ട, നീ കാര്യം പറ. എന്നാ നേരിട്ടങ്ങ് വായിച്ചോ. ചൂടാവാതെ. പുന്നാരമോൾ അഡ്രസ്സിൽ അച്ഛൻ എഴുതിയ കത്തല്ലേ, നീ പറഞ്ഞാ മതി. വിനോദിനെ ഇങ്ങോട്ടൊന്ന് അയക്കുന്നൂന്ന്. അതിനെന്താ, അയക്കട്ടെ. അവൻ എന്റെ ഒരേ ഒരു അളിയനല്ലേ, വന്ന് പോട്ടെന്ന്. അങ്ങനെ വന്നു പോകാനല്ല, അവൻ ഇനി കുറെ നാൾ ഇവിടെ നിൽക്കട്ടെ എന്നാ അച്ഛൻ എഴുതിയിരിക്കുന്നത്. അതെന്തിന്? അവന്റെ കുട്ടികൾ ഇപ്പോഴും മാറിയിട്ടില്ല. അച്ഛൻ വിചാരിച്ചിട്ടൊന്നും നേരെയാക്കാൻ പറ്റുന്നില്ല അത്രേ. ഇവിടെയാവുമ്പോ കണ്ടുപിടിക്കാൻ ഒരാളുണ്ടല്ലോ. അതാര്? നമ്മൾ തന്നെ. ഞാനോ? ഷാജിയേട്ടനല്ലേ അച്ഛന്റെ മാതൃകാ പുരുഷൻ. അതൊക്കെ ചുമ്മാ വെറുതെ. വെറുതെ ഒന്നുമല്ല. ഷാജിയേട്ടനെ പോലൊരു മരുമകനെ കിട്ടിയത് ഭാഗ്യമാണെന്ന് അച്ഛൻ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്.
ഷാജിയേട്ടന്റെ സ്വഭാവം, പെരുമാറ്റം, പ്രിൻസിപ്പിൾസ് ഇതൊക്കെ കണ്ടാൽ തന്നെ ആർക്കും നന്നാവാന്ന അച്ഛന്റെ അഭിപ്രായം. അല്ല ഈ അത് ശരിയാവുമെന്ന് തോന്നുന്നില്ലടി. ഏതാ? വിനോദിന്റെ ഇങ്ങോട്ടുള്ള വരവേ. അവൻ വന്നോട്ടെ, 3-4 ദിവസം താമസിച്ചോട്ടെ. കാര്യങ്ങളൊക്കെ ഞാൻ അവനെ പറഞ്ഞ് മനസ്സിലാക്കാം. അല്ലാതെ ഈ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഈ താമസം എന്നൊക്കെ പറയുന്നത് പല പ്രശ്നങ്ങളുണ്ട്. എന്ത് പ്രശ്നങ്ങള്? ഒന്നാമത് അവന്റെ ഈ ഉഴപ്പ മട്ടിലുള്ള ഈ സ്വഭാവം ഉണ്ടല്ലോ, എനിക്ക് തീരെ പിടിക്കില്ല. അത് മാറ്റാനല്ലേ അവൻ വരുന്നത്. എങ്ങനെ ജീവിക്കണമെന്ന് ഷാജിയേട്ടനെ കണ്ടുപഠിക്കാൻ. എന്നെ കണ്ടുപിടിക്കാൻ ഞാനാര്? പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഓഫീസറാ. നന്നാവണമെന്നുള്ള വിചാരം വേണം ആദ്യം. അച്ഛൻ തന്നെ എത്ര അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. ഒന്നും വേണ്ട. ദുബായിലേക്ക് ഒരു ജോബ് വിസ കിട്ടുമെന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണോ? പോയിട്ട് ഒരു 6 മാസം തികച്ചു നിന്നു. അതിനവൻ എന്തെങ്കിലും കാരണം കാണും. അധ്വാനിക്കാൻ മടിയുള്ളവർക്ക് എല്ലാവർക്കും കാണും ഓരോ കാരണങ്ങൾ. ഷീലെടുത്തിട്ട് കൂടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ അനിയത്തി ഇങ്ങോട്ട് പോന്നപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. നീ വന്ന് എടി, അവൾ ഇവിടെ ഉള്ളത് കൊണ്ടുകൂടിയാ ഞാൻ പറഞ്ഞത്. രണ്ടുപേരെയും പ്രായം നോക്കണ്ടേ? പെട്രോളിനെടുത്ത് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും തീക്കൊള്ളി കൊണ്ടുവെക്കൂ? എന്നാ നിങ്ങൾ നിങ്ങളുടെ പെട്രോളിന് ഷീലെടുത്തിട്ട് അടുത്തേക്ക് തന്നെ തിരിച്ചയച്ചോ. എന്റെ തീക്കൊള്ളിയോട് വരണ്ടെന്ന് ഞാനും പറഞ്ഞോളാം. ആ മൊബൈൽ ഞാൻ വിളിച്ചോളാം. നിന്റെ അച്ഛനെ നിന്നെ പോലെയല്ല, ലോകപരിചയമുള്ള ആളാ. അവനെ ഇങ്ങോട്ട് അയക്കണ്ടെന്ന് ഞാൻ വിളിച്ചു പറയുമ്പോ അതിലെന്തെങ്കിലും കാര്യമുണ്ടെന്ന് അങ്ങേർക്ക് മനസ്സിലാവും. ഹലോ, ഞാനാ ഷാജി. എഴുത്തൊക്കെ കിട്ടി. അതിനെപ്പറ്റി പറയാനാ വിളിച്ചത്. ഓ അല്ല, ഹലോ ഹലോ. വിനോദ് പുറപ്പെട്ട് കഴിഞ്ഞു.